നമസ്കാരം, ഞാൻ രശ്മി സരിൻ. ഇന്നൊരു ഹെൽത്തി ദോശേന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അടദോശ. അടദോശ എന്ന് പറഞ്ഞാൽ അരിന്റെ കൂടെ പരിപ്പുകളൊക്കെ ചേർത്തരച്ച് മാവ് പുളിക്കാനായിട്ട് മാറ്റി വെക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ. മാവ് അരച്ചിട്ട് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് ദോശ ചുട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴും നല്ല ദോശ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. എന്നാലും അടദോശ എന്ന് പറയുമ്പോൾ മാവ് അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ദോശയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. 4 തരം പരിപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തേത് സാമ്പാർ പരിപ്പ്, അതായത് തോരപ്പരിപ്പ്, പിന്നെ ഉഴുന്ന് പരിപ്പ്, ഞവരയരി, ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ്. ഇവിടെ ഞാൻ അരിയായിട്ട് ഞവരയരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് പച്ചരി ഉപയോഗിക്കാം. ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. 6 വറ്റൽമുളകും 5 പിരിയമുളകും എടുത്തിട്ടുണ്ട്. അടദോശയ്ക്ക് എപ്പോഴും നല്ല എരിവ് വേണം. ഇത് പാകത്തിനുള്ള ഒരു എരിവാണ്. ഇനി ഇതിന് കൂടുതൽ എരിവ് വേണമെങ്കിൽ സാധാരണ മുളകിന്റെ എണ്ണ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. പിരിയമുളക് ഇട്ടുമെന്ന് വെച്ചാലും എരിവ് ഓടുകയൊന്നുമില്ല. നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 5 പിരിയമുളക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കുക. കുറഞ്ഞത് 2-3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. ഇനിയൊരു രാത്രി മുഴുവനും വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ അരച്ചെടുക്കാനും എളുപ്പമായിരിക്കും. 2-3 തവണയൊന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കുക. എന്നിട്ട് അരയ്ക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് അരച്ചെടുത്താൽ മതി. ഇനി കുതിർന്നു വന്നിരിക്കുന്ന അരിയും പരിപ്പും ഒക്കെ വെള്ളം കളഞ്ഞ് ഒന്നുകൂടെ ഒന്ന് കഴുകി അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം, പാകത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് തരിതരിപ്പായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു അടദോശന്റെ റെസിപ്പിയാണ്. വയറും പരിപ്പൊക്കെ കഴിക്കുമ്പോൾ വയറിന് പ്രശ്നം ഉണ്ടാവുന്നവരാണെങ്കിൽ നമ്മൾ ഈ അരയ്ക്കുന്നതിന്റെ കൂടെ ഒരു വെളുത്തുള്ളിയും 1 നുള്ളു പെരുംജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഈ ഒരു ദോശ മാവ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ്. അതുകൊണ്ട് മാവിന് ഒട്ടും തന്നെ പുളി ഉണ്ടാവില്ല. അപ്പോൾ പുളിയുള്ള ദോശ വേണമെങ്കിൽ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കുതിർത്ത വാളംപുളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ പുളി ചേർക്കാതെയാണ് മാവ് അരച്ചെടുക്കുന്നതെങ്കിൽ പുളിയുള്ള കറിയോ ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടിയിട്ട് ഈ ദോശ നമുക്ക് കഴിക്കാം. മാവ് ഞാനിവിടെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടദോശ സാധാരണയായിട്ട് നല്ല കട്ടിക്കാണ് ഉണ്ടാക്കിയെടുക്കുക. കട്ടിക്കുള്ള ദോശ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് ലൂസാക്കി എടുത്തിട്ട് നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മാവ് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ഇരുമ്പിന്റെ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവിട്ട് അതിന് മുകളിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കുകയാണ്. നോൺ സ്റ്റിക്കിന്റെ പാനാണെങ്കിൽ ഇതിലും നൈസായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. തവയിലേക്ക് എണ്ണ തേക്കേണ്ട ആവശ്യവുമില്ല. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂവി കൊടുക്കുകയാണ്. എന്നിട്ട് ദോശേൻ്റെ ഒരു ഭാഗം ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ആ ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ദോശ കല്ലിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് മാവ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു കനത്തിൽ 9-10 ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുളിയില്ലാത്ത ദോശ ആയതുകൊണ്ട് ഇതിന്റെ കൂടെ കഴിക്കാൻ പുളിയുള്ള ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ എടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും 5-6 ചെറിയുള്ളി, 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും എടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ ഉപ്പും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് 2-3 തവണ ഒന്ന് പൾസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പൊ നല്ല പുളിയൊരുവൊക്കെയുള്ള കട്ടച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടദോശ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കാം. അതല്ലെങ്കിൽ സാമ്പാറോ അവിയലോ തക്കാളി ചട്നിയൊക്കെ കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണേ. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ നന്ദി.